ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെൽഫിഷ് എന്ന ടൂൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ട് എങ്ങനെ ഫിഷ് ചെയ്യാമെന്നാണ് നോക്കിയിരുന്നത് അല്ലേ. സോ ആ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടായിരുന്നു കിട്ടിയിരുന്നത്. ഒരാഴ്ച കൊണ്ട് ഏകദേശം 460 വ്യൂസൊക്കെ എത്തിയിരുന്നു. സോ എ ബിഗ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം 100 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കയറിയിരിക്കുകയാണ്. ഓക്കെ, സോ അതും വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനിയും ഇതുപോലെ മുമ്പോട്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെൽഫിഷ് എന്ന ടൂൾ ഉപയോഗിച്ച് ഫിഷിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഡാർക്ക് വെബ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ഡാർക്ക് വെബ് നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിൽ ആക്സസ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നമുക്ക് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് 2 ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഒന്ന് ഓർബോട്ട് എന്ന ഒരു VPN ആണ്, രണ്ടാമത്തത് ടോർ എന്ന ബ്രൗസറാണ്. ഓക്കെ, ഈ 2 ആപ്ലിക്കേഷൻസ് വഴിയാണ് നമ്മൾ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 2 ആപ്ലിക്കേഷൻസും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓർബോട്ട് എന്ന VPNലേക്ക് കയറുക. ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് VPN കണക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ടോർ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം താഴെ അവിടെ കണക്റ്റ് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. സോ എനിക്കിവിടെ ക്യാൻസലാണ് വന്നിരിക്കുന്നത്. സോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഇവിടെ ഓൾവേസ് കണക്റ്റ് ഓട്ടോമാറ്റിക്കലി എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ ക്യാൻസൽ എന്ന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കണക്റ്റ് എന്നായിരിക്കും കൊടുത്തിരിക്കുക. ഓക്കെ, സോ കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. സോ ഈ ഒരു ആപ്പിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് സൈറ്റ് എന്തെങ്കിലുമൊക്കെ ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ IP അഡ്രസ്സിലല്ല ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ VPN കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് പല സെർവറിൽ നിന്നാണ് ഇത് വരുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ ലൊക്കേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, ചിലപ്പോൾ USA സോ അങ്ങനെ ഓരോ റീലോഡിലും നമുക്ക് ഇത് നമ്മുടെ IP അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ സെർവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് 100% സെക്യൂർ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു VPN അതുപോലെ ഈ ഒരു ആപ്പ് നമുക്ക് ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ വേണ്ടി വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. ഓക്കെ, ഇനി ഞാൻ ഈ സൈറ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടുന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്കായിരിക്കും പോവുക. സോ ഓരോ റീലോഡിലും ഇങ്ങനെ IP അഡ്രസ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഡാർക്ക് വെബിലേക്ക് ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതിനായിട്ട് നിങ്ങളിവിടെ സെർച്ച് ബട്ടൺ എടുക്കുക. അവിടെ നിങ്ങൾ onionlinks.com എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ടൈം കൺസ്യൂമിംഗ് ആണെന്ന് പറഞ്ഞിരുന്നു. സോ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും പോവുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഡാർക്ക് വെബിലേക്കുള്ള ഒട്ടനേകം സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ ഡാർക്ക് വെബ് ഹാക്കേഴ്സ് ഉണ്ട്, അതുപോലെ ഡ്രഗ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഡാർക്ക് വെബ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു സൈറ്റ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്ക് പോകും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെൽക്കം ടു ഡാർക്ക് വെബ് ഹാക്കേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കിവിടെ ഡാർക്ക് വെബിനകത്ത് ഒരുപാട് ഹാക്കേഴ്സ് ഉണ്ട്. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപ്പ് ഹാക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് നമുക്ക് ഹാക്ക് ചെയ്ത് തരും. ഓക്കെ, 100% സീക്രറ്റ്ലി സെക്യൂർലി നമുക്ക് ഹാക്ക് ചെയ്ത് തരും. സോ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പേര് കൊടുത്തിരിക്കുന്നത് വ്ളാഡിമർ എന്നാണ്. ഓക്കെ, വ്ളാഡിമർ എന്നൊരു ഹാക്കറാണ്. സോ ടെക്നിക്കൽ എക്സ്പെർട്ടാണ് പുള്ളിക്കാരൻ. സോ പുള്ളിക്കാരൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് താഴെ പുള്ളിക്കാരൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബിറ്റ്കോയിൻ ഉപയോഗിച്ചാണ് നമുക്കിതിലൂടെ ഇടപാടുകൾ നടത്തുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ ഡാർക്ക് വെബ് എന്താണ്, എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് നോക്കുന്നേ ഉള്ളൂ. സോ ഇത് ബാക്ക് അടിക്കുകയാണ്. ഓക്കെ, ബാക്ക് അടിച്ചതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മറ്റൊരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒട്ടനേകം, അതായത് നിരവധി നമുക്ക് നോർമൽ നമ്മുടെ എന്താ പറയുക വെബ് ബ്രൗസറിൽ കിട്ടാത്ത, അതായത് ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ
മറ്റേതെങ്കിലും നോർമലായിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രൗസറിൽ കിട്ടാത്ത ഒരുപാട് അനേകം കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വെബ് എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല. ഓക്കെ, പല കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു വെബല്ല. നമ്മളെല്ലാവരും ഹാക്കർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് വെബ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? പല ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നു, അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഒരു മോശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളിതിനെ കാണുന്നത്. പക്ഷേ ആരും ഇതിൻ്റെ പോസിറ്റീവ് സൈഡിനെ മനസ്സിലാക്കുന്നില്ല. സോ അതാണ് ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത്. ഈ ഒരു ഡാർക്ക് വെബ് എന്ന് പറയുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, ഇതിനകത്ത് പല ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ നമുക്കതിനെ നല്ലതായിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ ടെർമെക്സ് ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണിത്. ഓക്കെ, നമ്മുടെ ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.